എല്ലാവരും മറന്നു തുടങ്ങിയതാണ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിൻ്റെ മരണം. അങ്ങനെ മറന്നു തുടങ്ങിയവരൊന്നും കാസർകോട്ടെ ജില്ലാ പോലീസിൽ പുതിയ മുഖമെത്തിയത് ശ്രദ്ധിച്ചില്ല. പഴക്കമുള്ള പല കേസും തെളിയിച്ച് മികവ് കാട്ടിയ KG ജോൺസന് പോലീസിലെ ഭിന്നതകൾ സമ്മാനിച്ചത് സസ്പെൻഷനായിരുന്നു. 2 വലിയ കേസുകളുടെ അന്വേഷണ മികവിൻ്റെ കയ്യടിയിൽ നിൽക്കുമ്പോൾ ജോൺസനെ തേടി സസ്പെൻഷനെത്തി. ഗുണ്ടാബന്ധം ആരോപിച്ചായിരുന്നു അതെല്ലാം. കുട്ടിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട വിവാദം തെളിയിക്കാൻ ആരുടെ കയ്യിലും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു CIക്കെതിരെ പീഡനാരോപണം അന്വേഷിച്ചിറങ്ങിയ ജോൺസൺ ആ കേസിലും പിടിമുറുക്കി. അതിൻ്റെ പ്രതികാരമായി ചിലരൊരുക്കിയ കെണിയായി ജോൺസൺ കിട്ടിയ സസ്പെൻഷനെ കരുതുന്നവരുമുണ്ട്. ഒടുവിൽ പിണറായി സർക്കാർ ആ സസ്പെൻഷൻ സെപ്റ്റംബറിൽ പിൻവലിച്ചു. നവംബറിൽ കാസർകോട്ടെ ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ DYSPയായി ചുമതലയേറ്റു. അതിനുശേഷം 1 മാസം. ഇതിനിടയിൽ തന്നെ ആ ആഭിചാര സംഘത്തെ തെളിവുകൾ സഹിതം പൂട്ടുകയാണ് ജോൺസൺ. അങ്ങനെ 2023 ഏപ്രിൽ 14 ഷാർജയിലെ സൂപ്പർമാർക്കറ്റ് ഉടമയായ അബ്ദുൽ ഗഫൂറിനെ പൂച്ചക്കാട്ടെ വീട്ടിൽ കൊന്നിട്ടവരുടെ കയ്യിൽ കയ്യാമം വീണു. ജോൺസൺ എന്ന പോലീസുകാരൻ്റെ തൊപ്പിയിൽ അന്വേഷണ മികവിൻ്റെ ഒരു തൂവൽ കൂടി. പണം ഞങ്ങൾ തരും. ക്രൈം റെക്കോർഡ് ബ്യൂറോയിലെ DYSPക്ക് സാധാരണ നിലയിൽ കേസ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ജോൺസന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ വെറുതെ ഇരിക്കാൻ താൽപ്പര്യക്കുറവുണ്ടായിരുന്നു. ജില്ലാ ക്രൈംബ്രാഞ്ചിനാകട്ടെ നിരവധി കേസുകൾ അന്വേഷിക്കേണ്ടതുമുണ്ടായിരുന്നു. അങ്ങനെയാണ് ബേക്കൽ പോലീസ് അന്വേഷിച്ച കേസ് ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ എത്തുന്നത്. ജോൺസനെ സംഘത്തലവനായി നിശ്ചയിച്ച് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഗഫൂറിൻ്റെ മരണം മാത്രമായിരുന്നു ഇവർക്ക് മുന്നിലുണ്ടായിരുന്നത്. ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ച് ജിന്നുമ്മയിലേക്ക് എത്താനുള്ള തെളിവുകൾ ജോൺസൺ കണ്ടെത്തി. ഒടുവിൽ ആഭിചാരക്കാർക്ക് കുറ്റസമ്മതവും നടത്തേണ്ടി വന്നു. അങ്ങനെ പോലീസിന് മറ്റൊരു അന്വേഷണ പൊൻതൂവൽ കൂടി നൽകുകയാണ് ജോൺസൺ. അബ്ദുൽ ഗഫൂറിനെ കൊന്നതിന് പിന്നിൽ യുവതി നേതൃത്വം നൽകുന്ന ഇസ്ലാമിക ആഭിചാര സംഘമായിരുന്നു. ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൽ ഗഫൂറിൽ നിന്ന് വാങ്ങിയ സ്വർണം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയായിരുന്നു കൊലപാതകം. 596 പവൻ സ്വർണമാണ് സംഘം തട്ടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായി. കൂളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ എന്ന ഷമീമ, ഭർത്താവ് ഉബൈസ്, പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ, മധൂർ സ്വദേശി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത്. അബ്ദുൽ ഗഫൂറിൻ്റെ വീട്ടിൽ സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാനെന്ന പേരിൽ ഇസ്ലാമിക ആഭിചാരക്രിയകൾ നടത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തി. മരണസമയം ഗഫൂർ വീട്ടിൽ തനിച്ചായിരുന്നു. സ്വാഭാവിക മരണമെന്ന് കരുതി മൃതദേഹം സംസ്കരിച്ചു. പിന്നീടാണ് 596 പവൻ സ്വർണം നഷ്ടമായ വിവരം കുടുംബം അറിയുന്നത്. ഇതോടെ മകൻ മുഹമ്മദ് മുസമ്മിൽ ബേക്കൽ പോലീസിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് മൃതദേഹം പള്ളി ഖബർസ്ഥാനിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ആന്തരികാവയവങ്ങൾ കണ്ണൂരിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഇതോടെ കൊലപാതകം തെളിഞ്ഞു. എന്നാൽ ജിന്നുമ്മയെന്ന് വിളിക്കുന്ന ഷമീമയുടെ ബന്ധങ്ങൾ അവരെ സംരക്ഷിച്ചു നിർത്തി. എന്നാൽ ജോൺസന് അന്വേഷണ ചുമതല കിട്ടുമ്പോൾ ആ കരുതലിനും ജിന്നുമ്മയെ രക്ഷിക്കാനായില്ല. ഇത് തന്നെയാണ് ഷാരോൺ വധത്തിലും നിർണായകമായത്. 2022 ഒക്ടോബർ 30 ഗ്രീഷ്മ എന്ന പ്രണയവിഷത്തെ മലയാളി തിരിച്ചറിഞ്ഞത്. പാറശാല പോലീസ് ഒതുക്കി തീർത്ത കേസിൽ സത്യം തെളിഞ്ഞത് ഒറ്റ ദിവസത്തെ ചോദ്യം ചെയ്യലിലാണ്. അതിനുശേഷം കൃത്യം 1 മാസം കഴിഞ്ഞ് നവംബർ 30 കേരളം മറ്റൊരു കേസ് കൂടി കേട്ട് ഞെട്ടി. ഊരുട്ടമ്പലം ഇരട്ടക്കൊല കേസിൽ അറസ്റ്റുണ്ടായി. മാറനല്ലൂരിൽ നിന്ന് 11 വർഷം മുൻപ് കാണാതായ വിദ്യയെയും കുഞ്ഞിനെയും കടലിൽ തള്ളിയിട്ട് കൊന്നത് വിദ്യയുടെ കാമുകനായിരുന്ന മാഹിൻ കണ്ണ് ആണെന്ന് ജോൺസൺ തെളിയിച്ചു. അങ്ങനെ ജോൺസൺ കേരള പോലീസിലെ സേതുരാമയ്യർ എന്ന വിശേഷണത്തിന് ഉടമയായി. പക്ഷേ പോലീസിലെ ചില വില്ലന്മാരുടെ കേസുകളിൽ വിട്ടുവീഴ്ചയില്ലാ സമീപനം സ്വീകരിച്ചതോടെ അവരുടെ കണ്ണിലെ കരടായി. അങ്ങനെ ഗുണ്ടാബന്ധത്തിൽ സസ്പെൻഷനുമായി. തിരിച്ചുവരവും പ്രമാദമായ കേസിൽ അറസ്റ്റിലൂടെ ജോൺസൺ ചർച്ചകളിലേക്ക് കടന്നു വരികയാണ്. കാസർകോട്ടെ തെളിയാത്ത ഫയലുകൾ ഓരോന്നായി ജോൺസൺ പൊടി തട്ടിയെടുക്കുമോ എന്ന ഭയം പല ഉന്നതർക്കും പിടികൂടുകയാണ്.
അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.